കോന്നി കുളത്തമണ്ണിൽ നിന്നും കാട്ടാനക്കൂട്ടത്തെ തിരികെ വനത്തിലേക്ക് തുരുത്തുമെന്ന് കോന്നി എംഎൽഎ കെ യു ജനീഷ് കുമാർ. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്നായിരിക്കും നടപടി കൈക്കൊള്ളുക. വന്യജീവി ആക്രമണം രൂക്ഷമായ പ്രദേശം സന്ദർശിച്ച ശേഷമായിരുന്നു എംഎൽഎയുടെ പ്രതികരണം. കുളത്തുമണ്ണിൽ 3 കാട്ടാനകൾ ഏതാനും ദിവസങ്ങളായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. കാട്ടാനകൾ കൃഷിയിടത്തും വീടുകളിലേക്കും എത്തുന്നത് പതിവായി. ഈ സാഹചര്യത്തിലാണ് കെ ജനീഷ് കുമാർ എംഎൽഎ സ്ഥലം സന്ദർശിച്ചത്. എംഎൽഎയോടൊപ്പം ഉന്നത വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ജനങ്ങളുമായി ആശയവിനിമയം നടത്തി. പ്രദേശത്ത് കാട്ടാനകളെ എത്രയും വേഗം തുരത്താനാണ് ശ്രമം. ഫോറസ്റ്റ് സ്റ്റേഷനെയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെയും എല്ലാം കൂട്ടി നാട്ടുകാരുടെ സഹായത്തോടു കൂടി ഈ ആനകളെ ഉൾവനത്തിലേക്ക് കയറ്റിവിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംയുക്ത ഓപ്പറേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. മേഖലയിൽ സൗരോർജ്ജ വേലിയും സ്ഥാപിക്കും. വന്യജീവികളെ അകറ്റാൻ ആധുനിക സംവിധാനങ്ങളും ഉപയോഗിക്കാനും തീരുമാനം. വന്യജീവി ആക്രമണത്തിൽ എംഎൽഎ നടത്തുന്ന ജനകീയ ഇടപെടലിനും കുളത്തുമണ്ണ് നിവാസികൾ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാതലായ മാറ്റമാണ് മലയോര ജനത ആവശ്യപ്പെടുന്നത്. നിയമക്കുരുക്കുകൾ കർഷകരുടെ ജീവിതത്തെയും കുരുക്കിൽ അകപ്പെടുത്തിയിരിക്കുകയാണ്. കൈരളി ന്യൂസ്, പത്തനംതിട്ട.